സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇത് നമ്മുടെ അവകാശവാദമല്ല, ഖുർആനിന്റെ വർത്തമാനമാണ്. അള്ളാഹു പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. യാതൊരു സംശയത്തിനും പഴുതില്ലാത്തവണ്ണം വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ്. അതുകൊണ്ട് ആ സഹോദരന്മാർക്കിടയിൽ ഫഅസ്ലിഹു ബൈന അഖവൈക്കും, ബന്ധങ്ങൾ നന്നാവണം, രഞ്ജിപ്പുണ്ടാകണം. അവിടെ നമുക്ക് അബദ്ധം സംഭവിക്കുവാൻ പാടില്ല. വത്തഖുല്ലാഹ്, എപ്രകാരമാണോ നിങ്ങൾ അള്ളാഹുവിനെ മറ്റുള്ള വിഷയങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാധനാ വിഷയങ്ങളിൽ, നമസ്കാര വിഷയങ്ങളിൽ എല്ലാം നിങ്ങൾ എങ്ങനെയാണോ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെയും ആ സൂക്ഷ്മതക്കുറവ് സംഭവിക്കുവാൻ പാടില്ല. ലഅല്ലകും തുർഹമൂൻ, എങ്കിലേ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. നമ്മള് വിശ്വാസികൾ തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലേ സൗഹാർദ്ദപൂർണമായ ഒരു അന്തരീക്ഷം നമുക്കിടയിൽ നിലനിൽക്കുകയുള്ളൂ. ഇതല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പൊട്ടലും ചീറ്റലും കുശുകുശുക്കലും, അത് കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക്, പരസ്പരം കുറ്റങ്ങൾ പറയാൻ, പരദൂഷണത്തിലേക്ക്, ഏഷണിയിലേക്ക്, ഊഹങ്ങളിലേക്ക് ഒക്കെ നമ്മളെ ഇങ്ങനെ പതുക്കെ പതുക്കെ പിശാച് കൊണ്ടെത്തിക്കുകയും അത് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറുകയും. എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, സ്വന്തം ഉമ്മയുടെ ഉദരത്തിൽ പിറന്നവരെ പോലെ, സഹ ഉദരത്തിൽ, അതാണ് സഹോദരൻ എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ഉദരത്തിൽ പിറന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഈ ഒരു കരുതൽ, ഒരു സൂക്ഷ്മത, ബന്ധങ്ങൾ തകർന്നു പോകാതിരിക്കാൻ ഒരു സൂക്ഷ്മത നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ മുത്തഖികളാകുവാനാണല്ലോ ആഗ്രഹിക്കുന്നത്. എത്ര പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചിട്ട് പറയുക, എന്നിട്ട് തഖ്വയെ കുറിച്ചിട്ട് കൂടി ഉണർത്തുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് വലിയ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുകയും നമ്മൾ അവനവനിലേക്ക് മാത്രം നമ്മുടേതായ സ്വാർത്ഥത്താൽ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും. സ്വന്തം ജ്യേഷ്ഠൻ അനുജന്മാർ തമ്മിൽ, സഹോദര സഹോദരിമാർ തമ്മിൽ, എല്ലാവരും തമ്മിൽ, നാട്ടുകാര് തമ്മിൽ, സംഘടനാ പ്രവർത്തകരൊക്കെ വളരെ അതിങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്നും തന്നെ ഇല്ലാത്ത വണ്ണം വളരെ നിസ്സാരമായ വിഷയങ്ങളിൽ നമ്മൾ അകന്നു നിൽക്കുകയാണ് പലപ്പോഴും ചെയ്തു പോയിട്ടുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ചെല്ലാവുന്ന ഒരു തുറന്നിടപ്പെട്ട വാതിലുകൾ സത്യത്തിൽ ഇപ്പൊ ഇല്ല, പൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെയൊക്കെ മതിലുകൾ സൃഷ്ടിക്കപ്പെട്ടു. എന്താ വാതിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വാതിൽ എന്ന് പറഞ്ഞാൽ വാ ഇതിലേ എന്നാണ്. അവിടെ വാതിലുകൾ അടച്ചു, മതിലുകൾ കെട്ടി നമുക്കിടയിൽ ബന്ധങ്ങൾ. എന്താ മതിലുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം? മതി ഇതിലെ എന്നാണ്. മനസ്സിലായോ നിങ്ങൾ? വാ ഇതിലെ എന്നതിന് പകരം മതി ഇതിലെ എന്നിടത്തേക്ക് നമ്മൾ മാറിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വളരെ മനോഹരമായ ഒരു ഹദീസാണ്. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹിമിഹിം വതആതുഫിഹിം മസലുൽ ജസദ്. വിശ്വാസികൾ എന്ന് പറയുന്നത് ഒരു ശരീരം പോലെയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തെ കുറിച്ചും ഓരോന്നിനും ഉണ്ടല്ലോ ഒരു കരുതല്. പരസ്പരം നന്നാക്കിയെടുക്കാൻ, ആ ഒരു നല്ലൊരു അവസ്ഥയിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു പരസ്പരമുള്ള ഒരു സഹകരണം നമ്മുടെ ശരീരം വെച്ച് പുലർത്തുന്നത് പോലെ. ചെറിയ കാലിന്റെ അറ്റത്ത് ചെറിയ മുറിവുണ്ടായി നോക്കട്ടെ. നമ്മുടെ ഇതല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പൊട്ടലും ചീറ്റലും കുശുകുശുക്കലും, അത് കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക്, പരസ്പരം കുറ്റങ്ങൾ പറയാൻ, പരദൂഷണത്തിലേക്ക്, ഏഷണിയിലേക്ക്, ഊഹങ്ങളിലേക്ക് ഒക്കെ നമ്മളെ ഇങ്ങനെ പതുക്കെ പതുക്കെ പിശാച് കൊണ്ടെത്തിക്കുക.
അത് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറുകയും ചെയ്യും. എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, സ്വന്തം ഉമ്മയുടെ ഉദരത്തിൽ പിറന്നവരെ പോലെ, സഹ ഉദരത്തിൽ, അതാണ് സഹോദരൻ എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ഉദരത്തിൽ പിറന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഈ ഒരു കരുതൽ, ഒരു സൂക്ഷ്മത, ബന്ധങ്ങൾ തകർന്നു പോകാതിരിക്കാൻ ഒരു സൂക്ഷ്മത നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ മുത്തഖികളാകുവാനാണല്ലോ ആഗ്രഹിക്കുന്നത്. എത്ര പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചിട്ട് പറയുക, എന്നിട്ട് തഖ്വയെ കുറിച്ചിട്ട് കൂടി ഉണർത്തുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് വലിയ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുകയും നമ്മൾ അവനവനിലേക്ക് മാത്രം നമ്മുടേതായ സ്വാർത്ഥത്താൽ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും, സ്വന്തം ജ്യേഷ്ഠൻ അനുജന്മാർ തമ്മിൽ, സഹോദര സഹോദരിമാർ തമ്മിൽ, എല്ലാവരും തമ്മിൽ, നാട്ടുകാര് തമ്മിൽ, സംഘടനാ പ്രവർത്തകരൊക്കെ വളരെ അതിങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്നും തന്നെ ഇല്ലാത്ത വണ്ണം വളരെ നിസ്സാരമായ വിഷയങ്ങളിൽ നമ്മൾ അകന്നു നിൽക്കുകയാണ് പലപ്പോഴും ചെയ്തു പോയിട്ടുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ചെല്ലാവുന്ന ഒരു തുറന്നിടപ്പെട്ട വാതിലുകൾ സത്യത്തിൽ ഇപ്പൊ ഇല്ല, പൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെയൊക്കെ മതിലുകൾ സൃഷ്ടിക്കപ്പെട്ടു. എന്താ വാതിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വാതിൽ എന്ന് പറഞ്ഞാൽ വാ ഇതിലേ എന്നാണ്. അവിടെ വാതിലുകൾ അടച്ചു, മതിലുകൾ കെട്ടി, നമുക്കിടയിൽ ബന്ധങ്ങൾ. എന്താ മതിലുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം? മതി ഇതിലെ എന്നാണ്. മനസ്സിലായോ നിങ്ങൾ? വാ ഇതിലെ എന്നതിന് പകരം മതി ഇതിലെ എന്നിടത്തേക്ക് നമ്മൾ മാറിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വളരെ മനോഹരമായ ഒരു ഹദീസ്, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹിമിഹിം വതആതുഫിഹിം മസലുൽ ജസദ്. വിശ്വാസികൾ എന്ന് പറയുന്നത് ഒരു ശരീരം പോലെയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തെ കുറിച്ചും ഓരോന്നിനും ഉണ്ടല്ലോ ഒരു കരുതല്, പരസ്പരം നന്നാക്കിയെടുക്കാൻ, ആ ഒരു നല്ലൊരു അവസ്ഥയിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു പരസ്പരമുള്ള ഒരു സഹകരണം നമ്മുടെ ശരീരം വെച്ച് പുലർത്തുന്നത് പോലെ. ചെറിയ കാലിന്റെ അറ്റത്ത് ചെറിയ മുറിവുണ്ടായി നോക്കട്ടെ, നമ്മുടെ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. തലപ്പോഴും ഇങ്ങനെ പെരുവരുത്തോണ്ടിരിക്കും. കയ്യിൽ വരെ അതിന്റെ ആ ഒരു സ്വാധീനം. ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയതൊന്ന് വന്നാൽ, ഒരു വയ്യായിക വന്നാൽ, ശരീരം മൊത്തം അതിനെ കുറിച്ച് ജാഗരൂകരാകുന്നത് പോലെ. കാരണം മൊത്തം ആ ഒരു ബന്ധം വിശ്വാസികൾ തമ്മിൽ അവർ ശരീരത്തിന് പരിക്കുമെന്നാണ്. ചിലപ്പോ ഈ കഴലിയൊക്കെ ഇറങ്ങൂലേ, നമ്മുടെ ഒടികളിലൊക്കെ ചില കഴലി ഇറങ്ങുമ്പോ പനി വരും. മനസ്സിലായി? ഇതുപോലെയാണ് വിശ്വാസികൾ. അവർ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കാര്യത്തിൽ ഉറക്കമൊഴിച്ചും പനിച്ചും ഒരു ശരീരത്തിന് ഉറക്കം തന്നെ നഷ്ടപ്പെടും. ഇതുപോലെയാണ് പരസ്പരം സഹോദരന്മാർ എന്ന് പറയുന്നത്. ഇസ്ലാമിക സമൂഹമാകുന്ന ഈ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മളെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ മഹ്ശറയിൽ അതികഠിനമായ ചൂടിൽ യാതൊരുവിധ തണലുമില്ലാതെ നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആളുകൾക്ക് അല്ലാഹു തണല് പറഞ്ഞിട്ടുണ്ട്. സബഖത്തൻ യുളില്ലുഹു അല്ലാഹു ഫീ ദില്ലിഹി യൗമൽ ഖിയാമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിന്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത 7 കൂട്ടരിൽ ഒരു കൂട്ടം ആരാണെന്നറിയോ? റജുലാനി തഹാബ്ബാ ഫില്ലാഹി ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി. അല്ലാഹുവിന്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, പരസ്പരം സ്നേഹിച്ചവർ, അല്ലാഹുവിന്റെ പേരിൽ പരസ്പരം അകന്നുപോയവർ,
അവർക്ക് അല്ലാഹു നാളെ തണല് ലഭിക്കുമെന്നാണ്. അത്രയും വലിയ വിചാരണ നടക്കുന്ന ഒരു വേദിയിൽ വെച്ചുകൊണ്ട് അല്ലാഹു വിളിച്ചു ചോദിക്കും, അയിന മുതഹാബൂന ബിജലാലി. മഹ്ശറയുടെ വിചാരണയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? എന്തൊക്കെ വിചാരണ നടത്താനുണ്ടാവും. അതിന്റെ ഇടയിലാണ് അയിന മുതഹാബൂന ബിജലാലി, എന്റെ മഹത്വത്തിന്റെ പേരിൽ സ്നേഹിച്ചവരെവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പരസ്പരം ഇന്നി ഉഹിബ്ബുക ലില്ലാഹ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പരസ്പരം പങ്കുവെക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഐ ലവ് യു, നമുക്ക് അങ്ങനെ കഴിയൂ? നമ്മുടെ സഹോദരനത്തിൽ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം, ഐ ലവ് യു എന്ന് പറയാൻ കഴിയൂ? വേറെന്തോ നമ്മൾ ധരിക്കും. സത്യത്തിൽ ഈ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത് പറയേണ്ടിടത്ത് പറയാതെയായപ്പോൾ പറയാൻ പറ്റാത്തിടത്ത് പറയുകയും അത് വലിയ പ്രശ്നങ്ങളായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ബന്ധങ്ങളെ പരസ്പരം ശക്തിപ്പെടുത്താൻ, പരസ്പരം സ്നേഹിക്കുവാൻ, ഒരു ഇതരത്തിൽ പറഞ്ഞ സഹോദരനെ പോലെ പരസ്പരം ഉൾക്കൊള്ളുവാൻ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനൂന കൽ ബുനിയാനി യശുദ്ദു ബഅദുഹു ബഅദൻ ثم شبك بين اصابعه. ഒരു കെട്ടിടം പോലെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സഫൻ കഅന്നഹും ബുനിയാനൻ മർസൂസ്, അവർ പടുത്തുയർത്തപ്പെട്ട ഒരു കെട്ടിടത്തിലെ ഭിത്തികൾ പോലെ ശക്തരാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم شبك بين اصابعه, റസൂൽ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ കോർത്ത് കാണിച്ചു. ഇതുപോലെയാകണം നിങ്ങൾ. ആര്? നമ്മൾ. ഒരു കൈകൂപ്പൽ സംസ്കാരമുണ്ട്, നമുക്കറിയോ? എന്താ കൈകൂപ്പുന്നത്? ഒഴിഞ്ഞു മാറുകയാണ്. ഒരു ജാതി വ്യവസ്ഥയുടെ ഭാഗമാണ്. പരസ്പരം തൊടാൻ പാടില്ലാത്തവർ, തൊട്ടുകൂടാൻ പാടില്ലാത്തവർ, തീണ്ടിക്കൂടാൻ പാടില്ലാത്തവർ, അവർ വന്ന് കൈ തരാൻ പാടില്ല. ഒഴിഞ്ഞു മാറുകയാണ്. കൈകോർക്കേണ്ടുന്ന ബന്ധമാണ് വിശ്വാസികൾ തമ്മിൽ. കൈകോർക്കേണ്ടുന്ന ബന്ധം അറ്റുപോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരാൾക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കൈ വലിക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ വലിക്കൂലായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മളൊന്ന് നമ്മളെ വിലയിരുത്തി നോക്കൂ. പരസ്പരം സലാം പറയാൻ, എന്ത് പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം വളരാനുള്ള ഏറ്റവും ലളിതമായ സംഗതിയാണല്ലോ അഫ്സലാമ ബൈനക്കും. അത് അറിവുള്ളവനും അറിവില്ലാത്തവനും ആരെങ്കിലും മുഖം തിരിഞ്ഞു പോകുമോ? കഴിയില്ല. കൈ കൊടുക്കുക, കൈയെ തട്ടിത്തെറിപ്പിച്ച് പോകാൻ മാത്രം പൈശാചികമായ ബാധയേറ്റവരായി വിശ്വാസികൾക്ക് മാറാൻ കഴിയില്ല. നമ്മളൊരു ശീലമാക്കണം. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സ്നേഹം പങ്കിടുക. തന്റെ സഹോദരന് തോന്നണം, ആളെ കാണുമ്പോഴേക്ക് അങ്ങനെയല്ല, അവിടെ അങ്ങനെ തന്നെയല്ലേ, ഇയാള് വരുന്നുണ്ട്. ചിലപ്പോ അറിയാത്ത മട്ടിൽ പതുക്കെ ഇങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കും, മുഖം കൊടുക്കൂല. പണ്ടാരോ പറഞ്ഞില്ലേ, ഇവൻ സ്വർഗത്തിലാണെങ്കിൽ ആ സ്വർഗത്തിൽ പോലും ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ നരകത്തിലായാലും കുഴപ്പമില്ല എന്നാണ്. വളരെ അടുത്ത ബന്ധങ്ങൾ അത്രത്തോളം അകന്നു പോകുമാറ് നമ്മുടെ മനസ്സിലെ പൈശാചികമായ വ്രണങ്ങൾ, പകയുടെ, വിദ്വേഷത്തിന്റെ, അസൂയയുടെ അന്വേഷിച്ച് ചെന്ന് നോക്കിയാലും വളരെ നിസ്സാരങ്ങളായ കാര്യങ്ങളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നുണ്ട്, മതലുൽ അഖവൈനി ഇദത്തക മതലുൽ യദൈൻ. രണ്ട് സഹോദരന്മാർ രണ്ട് കൈകൾ പോലെയാണ്. തൗസിലിഹുദാഹുമാ അൽ-ഉഖ്റാ. ഈ കൈ കൊണ്ടാണ് ഈ കൈനെ കുളിപ്പിക്കുന്നത്. വെള്ളം പോയി കപ്പിൽ കുട്ടിന് ഷവർ ഇതാണെങ്കിലും നമ്മളെങ്ങനെ സോപ്പ് തീർക്കുക,
അല്ലെങ്കിൽ വെള്ളം കോരി ഒഴിക്കുക. ഈ കപ്പിൽ ഇങ്ങനെ കോരി ഇവിടത്തേക്ക് ഒഴിക്കും, ഈ ഭാഗം ശുദ്ധിയാവുക. ഈ കൈ കൊണ്ട് കോരിയിട്ട് ഇപ്പുറത്തേക്ക് ഭാഗത്തേക്ക് ഒഴിക്കും. പരസ്പരം കൈകൾ നമ്മെ ശരീരം ശുദ്ധിയാക്കുന്നത് പോലെ, പരസ്പരം കഴുകി വൃത്തിയാക്കുന്നത് പോലെ രണ്ട് സഹോദരന്മാർ പരസ്പരം നമ്മെ ശുദ്ധീകരണ പ്രക്രിയ നടത്തുവാണ്. അതുകൊണ്ടാണല്ലോ വേറൊരു സാന്ദർഭികമായിട്ട് വേറൊരു നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുപോവുകയാണ്. വൈവാഹിക ജീവിതത്തെ കുറിച്ച്, ഇണത്തുണകളെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. എന്താ? കുന്ന ലിബാസുല്ലക്കും അൻതുൽ ലിബാസുല്ലഹുൻ. അവര് പരസ്പരം വസ്ത്രം പോലെയാണ്. എന്താ വസ്ത്രത്തിന്റെ ധർമ്മം? മറച്ചു വെക്കുക, മനോഹരമാക്കുക, ന്യൂനതകൾ മറച്ചു വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവൊന്നും ആരും അറിയരുത്. ഒരു മറയാണ് വസ്ത്രം. സഹോദരന്മാരെ കുറിച്ച് പറഞ്ഞത് എന്താ? മിർആത്തുൽ മുഅ്മിൻ എന്ന പ്രയോഗം, ഇസ്ലാമിന്റെ ചെറിയൊരു പ്രയോഗം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മറച്ചു വെക്കേണ്ടുന്ന ലിബാസ് ആണെങ്കിൽ സഹോദരന്മാർ തമ്മിൽ മിർആത്തുൽ മുഅ്മിൻ. എന്റെ ന്യൂനത നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയാൽ കാണാൻ കഴിയും. കാരണം ഗുണകാംക്ഷയോടുകൂടി തിരുത്തും. മനസ്സിലായില്ലേ? കണ്ണാടി എന്നാണ് പറയുന്നത്. സഹോദരന്മാർ തമ്മിൽ പരസ്പരം കണ്ണാടിയാണ് എന്നാണ്. എന്റെ കുറവുകൾ മൊത്തം എടുത്ത് അതിന്റെ ഒറിജിനൽ ഞാനിങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്റെ മുഖത്ത് എന്തെങ്കിലും വൃത്തികേടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഉടനെ ഞാൻ അത് വൃത്തിയാക്കും. വേറെ ആരും അറിയില്ല. ഇത്രക്ക് സുഖം വളരെ നിസ്സാരമായ ഉപമകളിലൂടെ വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ ഈ സാഹോദര്യം എന്ന് പറയുന്ന വിഷയമൊക്കെ ഇങ്ങനെ മിമ്പറിൽ തന്നെ വിഷയമാക്കാറുണ്ട്. കുട്ടികളുടെയൊക്കെ സാഹിത്യ സമ്മാനത്തിൽ മദ്രസയിൽ എളുപ്പം പ്രസംഗിക്കാവുന്ന ഒരു വിഷയം എന്നതിനപ്പുറം നമുക്ക് ആത്മപരിശോധന നടത്തുമാണ് ഞാനും എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന സഹോദരനും തമ്മിലുള്ള ബന്ധം. അതിന്റെ തഖ്വയുമായി ബന്ധപ്പെട്ട്, നാളെ സ്വർഗപ്രവേശനവുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിന്റെ പേരെടുത്ത് വിളിക്കാനുള്ളതാണ് എന്ന മനോഭാവത്തിൽ നമ്മൾ കാണാറുണ്ടോ? നമസ്കാരത്തിൽ തന്നെ അപ്പുറത്തുപ്പുറത്തിരുന്നിട്ട് വൈര്യത്തിന്റെ സലാമിട്ടുള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോ അബദ്ധത്തിൽ എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇപ്പുറത്തേക്ക് ഇരിക്കുന്നത്. ഈ പഹയിന് ഞാൻ അങ്ങനെ സലാം പറയുന്നു വിചാരിച്ചിട്ട് സലാം കല്ലാതിരുന്നാൽ നമസ്കാരം പൂർണ്ണമാകുമോ? സഹോദരന്മാരെ, വളരെ ബോധപൂർവമാണ് നമസ്കാരത്തിലൂടെ നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ട് തന്റെ സഹോദരനോടുള്ള വിഷമങ്ങൾ പോലും ഒരു ആരാധനയിലൂടെ തീർക്കുകയാണ്. ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ സലാം പറച്ചിലോടുകൂടി എന്റെ സഹോദരനുമായുള്ള പ്രശ്നം തീർക്കുന്നു. ഒരു ആരാധനയിലൂടെ വലിയ ഒരു സാമൂഹിക പ്രതിബദ്ധത ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അലാ അഖ്ബിറുക്കും ബി അഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ. നമ്മൾ വലിയ ശ്രേഷ്ഠകർമ്മം എന്ന് വെച്ചിട്ടുള്ള നമസ്കാരം, നോമ്പ്, സ്വതക്ക, ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒരു കർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഈ ആരാധനകളുടെ വില കുറക്കുകയല്ല, അത്രത്തോളം തന്നെ പ്രാധാന്യത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹാബികൾ പറഞ്ഞു, ഖാലൂ ബലാ, എന്താണ് റസൂലേ, നമസ്കാരം, നോമ്പും സദഖയേക്കാൾ വലിയ ശ്രേഷ്ഠകർമ്മം എന്താണുള്ളത്? ഇസ്ലാഹുൽ ദാത്തുൽ ബൈൻ, നമുക്കിടയിലുള്ള പരസ്പര ബന്ധങ്ങൾ നന്നാകണം. ഫഇന്ന ഫസാദ ദാത്തിൽ ബൈനിഹി അൽ ഹാലിക, നമ്മൾക്കിടയിൽ എപ്പോഴും ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കത്രിക പോലെയാണ് നമ്മളെ ഇങ്ങനെ തുണ്ടമാക്കി കളയുന്ന. ഇസ്ലാമിൽ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കുക, ബന്ധങ്ങൾക്ക് വിശദാംശങ്ങളൊക്കെ ഒഴിവാക്കുക. എത്ര പ്രാധാന്യമാണ് ഇസ്ലാം പറഞ്ഞത്. അയൽവാസിയെ സ്നേഹിക്കുന്നതിന്, മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്, കുടുംബക്കാരെ സ്നേഹിക്കുന്നത്, അല്ലേ? അനന്തര സ്വത്ത് പറഞ്ഞിടത്ത് പോലും എന്റെ മക്കൾക്ക് മാത്രം ലഭിക്കേണ്ടത് അനന്തര സ്വത്ത് ഞാനുമായി ബന്ധപ്പെട്ട മറ്റു പലർക്കും ലഭിക്കാൻ മാത്രം. വിശുദ്ധ ഖുർആൻ അതിന്റെ പറഞ്ഞൊരു ന്യായം എന്താ? ഒരുപക്ഷെ ഈ അനന്തര സ്വത്ത് ലഭിച്ച മക്കളെക്കാൾ നമുക്ക് ഉപകാരപ്പെടുക നമ്മുടെ മറ്റു ബന്ധുക്കളായിരിക്കുക.
എത്രയോ സംഭവങ്ങൾ അനന്തര സ്വത്ത് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് മുഴുവൻ സ്വത്തും എഴുതി വെച്ച് അവസാനം മക്കൾ നോക്കാനില്ലാതെ നമ്മൾ മാറ്റി നിർത്തിയ വളരെ ദരിദ്രനായ നമ്മുടെ ഏതോ ഒരു അകന്ന ബന്ധുവിന്റെ അടുത്ത് അഭയം തേടേണ്ടി വരുന്ന ഒരവസ്ഥയെ കുറിച്ചിട്ട് നിങ്ങൾ ഓർത്തു നോക്കൂ. ഇസ്ലാം ഒരു കാര്യവും വെറുതെ പറയുന്നതല്ല. ഈ അനന്തരാവകാശ വിഷയത്തെ കുറിച്ചിട്ടൊക്കെ തന്റെ അയൽവാസിക്ക് വരെ അനന്തര സ്വത്ത് നൽകാൻ നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടു പോയി നാം. അത്രത്തോളം മഹത്തരമാണ് അയൽവാസികൾ തമ്മിലുള്ള ബന്ധം. ഒരു സൊസൈറ്റിയെ ബന്ധിപ്പിച്ച് നിർത്താൻ എവിടെയൊക്കെ സാധ്യമാകുമോ അവിടെയൊക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരുതൽ തഖ്വയുടെ ഭാഗമാണ്. ലാ യുമിനു അഹദുകും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടി കൂടി ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾ വിശ്വാസിയാവൂല. ഞാനിവിടെ നിർത്തുകയാണ്, അവസാനിപ്പിക്കും. ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ കൂടെ നമ്മുടെ മാനസികാവസ്ഥയെ തട്ടി ഉണർത്തുന്ന ഒന്ന് രണ്ട് വർത്തമാനങ്ങൾ കൂടെ പങ്കുവെക്കുക. നമ്മുടെ ബന്ധങ്ങളെയൊക്കെ ഊഷ്മളമാക്കുകയും നമ്മുടെ ബന്ധങ്ങളെ അകറ്റുകയും ചെയ്യുന്ന ചില മനോഗതികൾ നമ്മുടെ മാനസികാവസ്ഥയാണ്. ഇത് തിരുത്താൻ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതിലൊന്ന്, നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മതിപ്പില്ലായ്മ. ഞാനും പോരാ നിങ്ങളും പോരാ, മുപ്പര അങ്ങനെ ഞാൻ കാണിക്കാൻ പറയുന്നില്ല. മുപ്പര ഞാനും കണക്കാണ്. നമ്മളെ കുറിച്ച് പരസ്പരമുള്ള ഒരു മതിപ്പില്ലായ്മ, പരസ്പരം ഈ മതിപ്പാണ് എന്ന് ഈ കൈകോർക്കലിലൂടെ റസൂൽ പഠിപ്പിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും മതിപ്പില്ലാത്തൊരവസ്ഥയല്ല, മതിപ്പുള്ളൊരവസ്ഥ ചേർന്ന് നിൽക്കുന്ന. അതുകൊണ്ടാണ് കൈ കൊടുക്കുന്നതിനെ പറ്റി, മുസാഫഹത്ത് കെട്ടിപ്പിടിക്കുന്നതിനെ കുറിച്ച്, ചുംബിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കഴിയൂ? ചുംബനങ്ങൾ വഴിവിട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ സഹോദരനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് വാരി ഒരു മിഠായി അല്ലെങ്കിൽ ഒരു ഭക്ഷണം എടുത്ത് വായിലേക്ക് വെച്ചു കൊടുക്കാൻ അവിടേക്ക് എന്തോ നമ്മുടെ ചില തോന്നലുകൾ, സ്റ്റാറ്റസുകൾ, സംസ്കാര പരിഷ്കാരങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. റസൂൽ ഇതിനൊക്കെ പുണ്യം പറഞ്ഞിട്ടുണ്ട്. എത്ര നിസ്സാരമായ സംഗതിയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു മാനസിക അവസ്ഥ, പരസ്പരം മതിപ്പില്ലാത്തിടത്ത് നിന്ന് പരസ്പരം മതിപ്പുള്ള അവസ്ഥയിലേക്ക് മാറാൻ കഴിയുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ളത്. മറ്റൊന്ന്, നിങ്ങളെ കുറിച്ച് നമ്മളുടെ ഈ ഒഴിഞ്ഞുമാറികളില്ലേ, എല്ലാത്തിനും മൂപ്പര് വലിയ ആളാണ്, ഞാനത്രക്ക് പോരാ, എന്റെ കുടുംബം, എന്റെ തൊഴില്, എന്റെ വേഷവിധാനങ്ങള്, അതൊക്കെ വെച്ചിട്ട് മൂപ്പരായിട്ട് എങ്ങനെ ചിലപ്പോ നമ്മൾ തന്നെ പതിച്ചു കൊടുത്തിട്ടുള്ള നമ്മളിന്റെ പല പേരുകളുണ്ട്. ആളിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് അവിടുന്ന് കല്യാണം വേണ്ട, അവിടുന്ന് ബന്ധങ്ങൾ വേണ്ട, മാറ്റി നിർത്തുന്ന, വെള്ളം പോലും കുടിക്കാത്ത വീടുകളുണ്ട്. കഴിയോ നിങ്ങൾക്ക്? ഒഴിഞ്ഞുമാറികൾ അവരൊക്കെ പക്ഷെ ഞാൻ മോശമായതുകൊണ്ട് അവരുമായി നല്ല ബന്ധം നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്തത്, നമ്മുടെ മിഥ്യയായ ഒരു എന്തുബോധമാണ്, ഒരു താല്പര്യമയില്ലേ, ഒരു ഞാനായത്, ഞാൻ മാത്ര ദർശനം, ഞാൻ മാത്രമൊക്കെ, നിങ്ങളൊക്കെ പോരാ, ഞാനില്ലെങ്കിൽ പ്രളയം, അല്ലേ, ഞാനില്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നും നടക്കൂല. ആറ്റം ബോംബിനേക്കാൾ അപകടകരമാണ് ഈ ഞാൻ മാത്രമെന്നതിന്റെ തന്നെ തോന്നൽ. നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കവിടെ അളവ് പോലും വെച്ചു. സാധാരണ നമ്മളൊരു അളവ് പോലും, ഞാൻ എന്നെ അളക്കുകയാണെങ്കിൽ എങ്ങനെയാ? ഞാൻ ചെറിയൊരാള് എന്ന നിലയിൽ ഞാൻ ചെറുതാണ്. ഈ ലോകത്തെ വെച്ച് അളക്കുമ്പോൾ ഞാൻ ചെറുതാണ്. ഈ ലോകം വലുതാണ്. നമ്മുടെ അളവുകോലുകൾ തെറ്റി. ഈ ലോകത്തെ അളക്കാനുള്ള അളവുകോല് വെച്ചിട്ട് എന്നെ അളന്നപ്പോൾ ഞാൻ വലിയവനായി. എന്നെ അളക്കേണ്ടുന്ന ചെറിയ അളവുകോല് വെച്ചിട്ട് ലോകത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ, മറ്റുള്ളവരെ അളന്നപ്പോൾ അവർ ചെറുതായിട്ട് മാറി. ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ.
എല്ലാവരെയും മാറ്റി നിർത്തുന്ന, പുച്ഛിക്കുന്ന, അവഗണിക്കുന്ന, ഞാൻ മാത്രം പറഞ്ഞത് ശരി, ഞാൻ മാത്രം പറഞ്ഞത് കേൾക്കണം. പല സംഘടനകൾ തകരാൻ, പല കൂട്ടുകെട്ടുകൾ, സൗഹൃദങ്ങൾ തകരാൻ വീട്ടിൽ തന്നെ പ്രശ്നമല്ലേ? ബാപ്പമാർക്കൊക്കെ, പഴയ ബാപ്പമാർക്കൊക്കെ അങ്ങനെ ഒരു തോന്നലുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടാ മതി, ഞാനാണ് ഗൃഹനാഥൻ, ഞാനാണ് ബാപ്പ, നിങ്ങളൊന്നും എന്നെ ഭരിക്കാൻ വരണമെന്നാ പറയാറ്. അങ്ങനെയല്ല. കുട്ടികൾക്ക് പോലും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുള്ള, ചിന്തകളുള്ള കാലമാണ്. നമ്മൾ അവരെ പരിഗണിക്കാൻ ഒരു അടിച്ചമർത്തൽ, അതിങ്ങനെ നമ്മളിങ്ങനെ വാപ്പ ഇങ്ങനെ പിരിഞ്ഞ് നിവർന്ന് നിന്നിട്ട് ആ കാലിന്റെ കീഴിൽ ആ മക്കൾ ഇങ്ങനെ ഞെരിഞ്ഞമരാറുണ്ട്, ഭാര്യമാർ ഞെരിഞ്ഞമരാറുണ്ട്. സംഘടനാ നേതാക്കൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ സ്വയം തോന്നലുകൾ പലരുടെയും മുമ്പിൽ നമ്മൾ ഇങ്ങനെ ഞെരിഞ്ഞമരാറുണ്ട്. ഇത് പോരാ, മാറണം. പരസ്പരം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു അവസ്ഥ. അതാണ് നാലാമത്തെ ഗുണം. നിങ്ങൾക്കും എന്നെയും നിങ്ങളെയും നന്മ കാണുന്ന, പരസ്പരം നന്മ കാണുന്ന ഒരു മനസ്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരാൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തു. മുമ്പ് പലപ്പോഴും ഈ മിമ്പറിൽ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. റസൂൽ കൂട്ടുകാരൻ അനുചരന്മാരൊക്കെ കൂടെ പള്ളിയിൽ ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോ റസൂൽ പറഞ്ഞു, സ്വർഗം ഉറപ്പാക്കപ്പെട്ട ഒരാൾ മുമ്പിൽ കടന്നു വരും. എല്ലാവരും അത്ഭുതപ്പെട്ടു. നോക്കിയിരിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങോട്ട് കയറി വന്നു. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആള് നിസ്കരിച്ചിറങ്ങിപ്പോയി. 3 ദിവസം ഇത് ആവർത്തിച്ചു, ഇതേ സംഭവം. 3 ദിവസവും റസൂലിനെ പറഞ്ഞു. 3 ദിവസവും ഈ സഹാബി തന്നെയാണ് കയറി വന്നത്. നമ്രുബിൻ പതുക്കെ ഈ സഹാബിയുടെ അടുത്ത് കൂടി എന്തൊക്കെ സംഭവം എന്നൊക്കെ പഠിച്ചു. വളരെ നീണ്ട ഒരു ചരിത്രമാണ്. ആദിത്യം സ്വീകരിച്ചു. എന്താണ് റസൂൽ പറഞ്ഞ പ്രത്യേകത? ഇദ്ദേഹത്തിന് സ്വർഗം ഉറപ്പാക്കപ്പെടാനുള്ള പ്രത്യേകത എന്ത്? അവസാനം ഒന്നും കാണാനില്ല. അവസാനം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല, ഒക്കെ സാധാരണ പോലെ. പിന്നെയാണ് മനസ്സിലായത് അദ്ദേഹം തന്റെ സുഹൃത്തിനെ കുറിച്ച്, ഒരാളെ കുറിച്ച് മോശമായി ചിന്തിക്കാറില്ല. നമുക്ക് എന്തോരം പരാതികളാണ് തന്റെ സഹോദരനെ കുറിച്ച്. എല്ലാവരെയും നന്നായി കാണുന്ന മനസ്സ്. എന്നെ കാണുന്നത് പോലെ ഞാൻ പെർഫെക്റ്റ് ആണ്, എന്റെ സഹോദരനും അവിടെ നല്ലവനാണ്. അവിടെ മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ച്, ഇവിടെ വെച്ച് തന്റെ സഹോദരന്റെ ഒരു ന്യൂനത നിങ്ങൾ മറച്ചു വെച്ചാൽ, നിങ്ങളെ വലിയ വലിയ ന്യൂനതകൾ നാളെ മഹശ്ശറയിൽ വെച്ച് അല്ലാഹു മറച്ചു വെക്കുക. അപ്പൊ ഒരു സ്വർഗം കിട്ടാൻ ഏറ്റവും ചെറിയ പണി എന്താ? തന്റെ സഹോദരനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുക. നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കലക്കി കഴിഞ്ഞാൽ മൊത്തം മതിരിക്കൂലേ? ഈ സമുദായം മൊത്തം മധുരമായി മാറണം. നമ്മൾ സ്വയം മധുരിക്കുകയും മറ്റുള്ളവർക്ക് മധുരം നുകരാൻ അവസരം കൊടുക്കുകയും ചെയ്യുന്നത് ഹൈറുമ്മത്താണ്. നമ്മളിങ്ങനെ കുളങ്കലക്കികളായിട്ട് മാറാൻ പാടില്ല. ഈ ഗ്ലാസ്സിൽ തന്നെ കുറച്ച് തൂഴി മണലെടുത്തിട്ടാലോ, അതങ്ങനെ കലക്കി നോക്കിയാലോ? എവിടെയും ഫിത്നയും ഫസാദുമായി നടക്കുന്ന കുളങ്കലക്കികളായി ഈ വ്രണത്തിൽ ഈച്ച വന്നിരുന്നിട്ട് ഇങ്ങനെ വ്രണം വലുതാക്കുന്ന മാതിരി അവിടത്തെ കുറ്റം, ഇവിടത്തെ കുറ്റം, അവിടത്തെ പ്രശ്നം, ഇവിടത്തെ പ്രശ്നം. എത്ര സങ്കീർണമായിരിക്കും നമ്മുടെ ജീവിതം. നമ്മൾ ആരായി മാറണം? നമ്മൾ ആലോചിക്കുക, നമ്മൾ സ്വയം പുനരാലോചന നടത്തുക. ഈ സ്വഭാവങ്ങൾ, ഈ ദുസ്വഭാവങ്ങൾ എന്നിലുണ്ടോ? ഞാനത് മാറ്റേണ്ടതില്ലേ? മാറ്റിയാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തായി മാറണം? ചിലവരുടെ ഇങ്ങനെ ഒരു ഗുണം ഉണ്ടാവൂല, വെറും നിഷ്ക്രിയരായി. ഗ്ലാസ്സിൽ തന്നെ കുറച്ച് ഈ വെള്ളാടന്നെല്ലാം എടുത്തിട്ട് നോക്കി, ഒരു മാറ്റവും ഉണ്ടാവൂല. ആ വെള്ളത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല, കല്ലിനൊരു മാറ്റം ഉണ്ടാവില്ല. എനിക്ക് എന്റെ കാര്യം മാത്രം. വെറും സ്വാർത്ഥന്മാർ, സെൽഫിസ്റ്റുകൾ. അല്ല, നിഷ്ക്രിയ.
സമൂഹത്തിന് ഒരു ഗുണവുമില്ലാത്തവർ. ഇതേ ഗ്ലാസ് വെള്ളത്തിൽ തന്നെ കുറച്ച് പഞ്ഞെടുത്തിട്ട് അല്ലെങ്കിൽ സ്പോഞ്ച് ഇട്ട് നോക്കി, ആ സ്പോഞ്ച് മുഴുവൻ അല്ലെങ്കിൽ ആ പഞ്ഞ് മുഴുവൻ ആ വെള്ളം വലിച്ചു കുടിക്കും. നമ്മുടെ കൂട്ടത്തിലെ സ്വാർത്ഥന്മാരാണ്. ഒരു സൊസൈറ്റിയിലെ നമ്മുടെ 4 മാനസികാവസ്ഥകളാണ്. നമ്മൾ സ്വാർത്ഥരാകണോ, നിഷ്ക്രിയരാകണോ, ഇവിടുത്തെ കുളങ്കലക്കികളാകണോ, അത് മധുരിക്കുന്നവരായി മാറണമോ? നമ്മൾ വിലയിരുത്തുക. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് സ്വർഗം ഉറപ്പ്. അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ തണല് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റസൂൽ സ്വർഗം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ സ്വർഗം നേടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി